ഞാനിപ്പോൾ പോകാൻ നിൽക്കുന്നത് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ ടെർമിനലിൽ നിന്നും മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിലോട്ടാണ്. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർക്കായി പറയുകയാണ്. ഒരു സൈഡ് ടിക്കറ്റ് ചാർജ് 40 രൂപ ആൻഡ് ഇറ്റ് ഇസ് ഫുള്ളി ക്ലീൻ, മോഡേൺ ആൻഡ് എയർ കണ്ടീഷൻഡ്. ദൂരെ അങ്ങകലെ ഒരു കപ്പലാണെന്നാണ് തോന്നുന്നത്. ഇന്നെന്തോ ആൾക്കാർ ഇത്തിരി കുറവായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ കായലിൻ്റെ ഭംഗിയും പ്രകൃതിയുടെ വികൃതിയും കാറ്റിൻ്റെയും നിലാവിൻ്റെയും മനോഹരമായ ചിത്രം, അതാരാണ് മിഴികളിൽ വരയ്ക്കാൻ ആഗ്രഹിക്കാത്തത്? മനോഹരമായ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുന്നത് കണ്ടില്ലേ? അത്രയേറെ സുന്ദരമാണ് എൻ്റെ കൊച്ചി. പുരാണത്തിൻ്റെ കഥ പറയുന്ന തുറമുഖം, ആ കാലഘട്ടത്തിലെ വ്യാപാര മേഖല ഇന്നും അതേപോലെ നിറം മങ്ങാതെ കാത്തു സൂക്ഷിച്ചു. വിദേശത്ത് നിന്ന് കടൽ മാർഗം വരുന്ന ചരക്ക് കപ്പലുകൾ മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. കണ്ടില്ലേ, എത്ര ശാന്തവും നിശബ്ദവുമായിട്ടുള്ള യാത്രയാണ്. എൻ്റെ സ്വന്തം നാടാണ് കൊച്ചിയെങ്കിലും ഓരോ തവണ പോകുമ്പോഴും കായലിൻ്റെയും ഹാർബറിൻ്റെയും കാർഗോ ടെർമിനലിൻ്റെയും ഭംഗി ആസ്വദിക്കാൻ ഞാൻ മറക്കാറില്ല. ഇപ്പോൾ ദൂരെ കാണുന്നത് വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള താജ് മലബാർ റിസോർട്ടാണ്. എത്ര മനോഹരമായിരിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളം. അങ്ങകലെ ദൂരെ കാണുന്നത് കാർഗോ ടെർമിനൽ. ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ചരക്ക് കപ്പലുകൾ ഇവിടെയാണ് വന്നെത്തുന്നത്. അങ്ങകലെ ഒരു കപ്പൽ കാണുന്നു. അതിൻ്റെ പേരെനിക്കറിയില്ല, എന്നാൽ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ അതിൻ്റെ ഭംഗി ഞാൻ ആസ്വദിക്കും. അങ്ങനെ കപ്പലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലിലോട്ടാണ്. ഹൈക്കോർട്ടിൽ നിന്ന് മട്ടാഞ്ചേരിയിലോട്ടുള്ള ഈ യാത്രയുടെ ഇടയിൽ ഈ സ്റ്റോപ്പാണ് ആദ്യം വരുന്നത്. അങ്ങനെ ഇവിടെ നിന്നും കുറച്ചു പേര് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. ഇനി വീണ്ടും മട്ടാഞ്ചേരിയിലോട്ടുള്ള യാത്രയാണ്. മട്ടാഞ്ചേരിയിലെ സുന്ദരമായ വീഥികളും മറ്റ് കാഴ്ചകളുമെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.